നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ മികച്ച 10 സ്കൂളുകളിൽ ഇന്ത്യയിൽ നിന്നും 5 സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ നിലവാരം ഉയർത്തുന്നു, എങ്ങനെ അവർ ഇന്നോവേറ്റീവായിട്ടും അതുപോലെ പഠനം മറ്റ് രീതികളിൽ മാറ്റുന്നതും മറ്റ് ഇൻ്റർനാഷണൽ സ്കൂളുകളോട് കിടപിടിച്ച് അവരെങ്ങനെ മത്സരിക്കുന്നു, എങ്ങനെ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിനും ഒരു നേർക്കാഴ്ചയാണ് നമ്മളുടെ ഇന്ത്യയിൽ നിന്നും 5 സ്കൂളുകൾ ഈ വിഭാഗത്തിൽ പെടുന്നത്. പല പല വിഭാഗങ്ങളുണ്ട്. ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത്, അതുപോലെ കമ്മ്യൂണിറ്റി കൊളാബറേഷൻ, അങ്ങനെ കുറേ രംഗത്ത് എല്ലാം നോക്കിയിട്ടാണ് അവർ ഈ 5 സ്കൂളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ 2 സ്കൂളുകൾ മധ്യപ്രദേശിൽ നിന്നും, ഒരെണ്ണം മഹാരാഷ്ട്രയിൽ നിന്നും, ഒരെണ്ണം നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ മധുരയിൽ നിന്നുമാണ്. മധുരയിലെ കൽവി ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളാണ് ഇതിൽ ഒരെണ്ണം. അവരെ കമ്മ്യൂണിറ്റി കൊളാബറേഷൻ എന്ന ഒരു വിഭാഗത്തിലാണ് അവർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവാർഡ് കിട്ടിയിട്ടില്ല, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കൊളാബറേഷൻ എന്നുള്ള ഒരു രംഗത്താണ് കൽവി ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ മികച്ച വിദ്യാഭ്യാസം, അതുപോലെ സ്പോർട്സിൽ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്കൂളാണ് കൽവി ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂൾ. സ്പോർട്സിൽ മാത്രമല്ല, ഇന്നോവേറ്റീവായിട്ടും കൂടെ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷനും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. കുറേ ഇൻ്റർനാഷണൽ, അതായത് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ടീച്ചേഴ്സുമായിട്ടുള്ള ഓൺലൈൻ കമ്മ്യൂണിക്കേഷന്, കുട്ടികളുമായിട്ട് വെളിയിൽ നിന്നുള്ള ടീച്ചേഴ്സുകളുടെ ഇൻട്രാക്ഷൻ, അതുപോലെ വെളിയിലോട്ട് പോകാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും കൽവി ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂൾ ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് അവരെ കമ്മ്യൂണിറ്റി ആൻഡ് കൊളാബറേഷൻ എന്ന രംഗത്ത് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറേ സ്കൂളുകളിൽ ഒരു ഗവൺമെൻറ് സ്കൂളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കാം, എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഉള്ള ഒരു രീതിയിലുള്ള ഉയർച്ചയാണ് ആ ഗവൺമെൻറ് സ്കൂളിന്, അംബേദ്കർ നഗർ എന്ന് പറയുന്ന ഒരു സ്കൂളിന്, വിനോബ അംബേദ്കർ നഗർ GHSS എന്ന സ്കൂളിന് ഇന്നോവേഷൻ രംഗത്ത് ആണ് അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെ ഇന്നോവേറ്റീവ് ആക്കാം, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ സ്റ്റുഡൻസിൻ്റെ സ്പോർട്സ്, ആർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലവാരം ഉയർത്താമെന്നും എല്ലാ